ഡീൻ കുര്യാക്കോസ്, കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ ഉണ്ടായ സംഭവം ആണിത്. പോലീസുകാരൻ ഒരു ഓട്ടോ ഡ്രൈവറെ മുഖത്തടിക്കുന്നു. അയാൾ നിലം പതിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പിന്നീട് അയാൾ ചികിത്സ തേടുന്നു. ആ ചികിത്സയുടെ ചെലവ് വഹിക്കാമെന്ന് പോലീസുകാർ തന്നെ പറയുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ആണ് പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തിന് നേരെ, ആ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്, പോലീസ് ജീപ്പിൽ വന്നിറങ്ങുന്ന നിമിഷം ആര് എന്ത് എന്നൊന്നും അന്വേഷിക്കാതെ അടി തുടങ്ങുകയാണ് പോലീസ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വാർത്ത കൂടി പുറത്തു വരുന്നത്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഈ വിവരം? വാർത്ത വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും ഇക്കാര്യത്തിൽ വളരെയധികം പ്രതിഷേധമുണ്ട്. കാരണം സാധാരണക്കാരായ ആളുകൾക്ക് നേരെ കുതിര കയറുന്ന പോലീസിന്റെ ഈ സമീപനം അംഗീകരിക്കാൻ കഴിയില്ല. പിണറായി നാട് ഭരിക്കുമ്പോൾ ഗുണ്ടാ സംഘങ്ങളായി പോലീസിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണിത്. അതോ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണേണ്ടതായിട്ടുണ്ട്. മനുഷ്യാവകാശ ലംഘനവും അതോടൊപ്പം തന്നെ കാടത്തപരമായ പോലീസിന്റെ ഒരു സമീപനം എന്നൊക്കെ പറയുന്നത് ഏത് കാലഘട്ടത്തിൽ മാറ്റപ്പെടേണ്ടതായിരുന്നു. ഇവിടെ ഈ പരിഷ്കൃത സമൂഹത്തിൽ പോലീസ് എന്ന് പറയുന്നത് നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായികളായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നിയമബോധമുള്ളവരാക്കി നാട്ടുകാരെ മാറ്റുക, അതോടൊപ്പം തന്നെ നിയമവാഴ്ച ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നിയമവാഴ്ച ഉറപ്പുവരുത്താൻ വേണ്ടി നാട്ടുകാരുടെ മേലെ കുതിര കയറാൻ ആരും പോലീസിന് അധികാരം കൊടുത്തിട്ടില്ല. ആ കാര്യത്തിൽ പോലീസിന് വന്നിട്ടുള്ള ഈ ഒരു രൂപഭാവം അത് പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അത് രൂക്ഷമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ഇതിനെതിരെ ശക്തമായി നടപടി സ്വീകരിക്കണം. ആ ഓഫീസർക്കെതിരെ പോലീസ് മാനുവൽ അനുസരിച്ച് ലഭ്യമാകാൻ പറ്റുന്ന എല്ലാ തരത്തിലുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. തീർച്ചയായും ഇവിടെ ഡീൻ താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു തരം കാടത്തമാണ്. അതായത് നമ്മൾ ഈ സിനിമയിലൊന്നും കാണുന്ന പോലല്ല. ഒരാളുടെ മുഖത്ത് ശക്തമായി അടിച്ചാൽ അയാൾ മരണപ്പെട്ടു പോലും പോയേക്കാം. അയാളുടെ കേൾവി ശക്തി എന്നേക്കുമായി നഷ്ടപ്പെടാം. അയാളുടെ കാഴ്ച ശക്തി അത് ബാധിക്കാം. അപ്പോൾ പോലീസ് മാനുവലിൽ പോലും അല്ലെങ്കിൽ പോലീസിന്റെ ട്രെയിനിങ് പീരീഡിൽ പോലും ഒരു അക്രമ സംഭവം ഉണ്ടായാൽ പോലും ആളുകളെ എങ്ങനെയാണ് നേരിടേണ്ടത്, ഈ ലാത്തി കൊണ്ട് എവിടെയാണ് അടിക്കേണ്ടത് എന്ന് പോലും ഉണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു പോലീസുകാരൻ അവന്റെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരന്റെ മുഖത്തടിക്കുന്നത്. അതായത് താങ്കളോട് സൂചിപ്പിച്ചതുപോലെ മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും അവനേതായ അവകാശമുണ്ട്. അവൻ തെറ്റുകാരനാണെങ്കിൽ മാത്രം ശിക്ഷിക്കാനുള്ള നിയമവ്യവസ്ഥയുണ്ട്. അത് നിയമം അനുസരിച്ച് മാത്രം കോടതി നടപടികളിലൂടെ. പക്ഷേ പോലീസിന് ഇവിടെ ഈ വിധത്തിൽ ശിക്ഷിക്കാനോ ഈ വിധത്തിൽ മനുഷ്യരെ ഇല്ലായ്മപ്പെടുത്താനുള്ള യാതൊരു അവകാശവും അധികാരവും ഒരു നിയമപുസ്തകത്തിലും കൊടുത്തിട്ടില്ല. ഇതാരാണ് ഈ വിധത്തിൽ ഇതിന് അക്രമം നടത്തുന്നതിന് വേണ്ടി പ്രേരണ കൊടുത്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെയെല്ലാം ഈ ഗവൺമെന്റിന്റെ നയമാണ് അവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. പോലീസിനെ ഏത് തരത്തിലും സംരക്ഷിക്കുമെന്നും ഇപ്പം മുഖ്യമന്ത്രിയുടെ ഗൺമാനല്ലേ കേസ് വിദ്യാർത്ഥികളെ യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ചത്, ഏത് വിധത്തിലാണ് തല്ലിച്ചതച്ചതെന്നതിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. എന്നിട്ട് ആ ഗൺമാനെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയല്ലേ ഇവിടെ കേരളം ഭരിക്കുന്നത്. ആ ഒരു തരത്തിൽ പോലീസിനെ കയറൂരി വിട്ടതിന്റെ പരിണിത ഫലമാണ് ഈ വിധത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ഇതിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും പ്രതിഷേധം ഉണ്ടാവും. ന്യായമായിട്ടും അതിന് നിയമപരമായിട്ടുള്ള പരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി ആലോചിക്കും. ഇതിൽ മുരളീധരൻ എല്ലാവിധ പിന്തുണയും നിയമപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയമായോ ഒക്കെ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അത് ആ തരത്തിൽ ഞങ്ങൾ നേതൃത്വം ആലോചിക്കും. യെസ്, ഇപ്പോൾ ഈ മർദ്ദനമേറ്റ മുരളീധരൻ ഓട്ടോ ഡ്രൈവർ തന്നെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ്, എന്താണ് സംഭവിച്ചത് എന്ന് മുരളീധരൻ കൂടി വ്യക്തമാക്കും. താങ്കൾ ദയവായി ഒന്ന് തുടരുക.